ഞാൻ മണികണ്ഠൻ നവജ്യോതിയാണ്. ഞാനൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കാണിച്ചത്. കാരണം സാധാരണ വണ്ടിയെ പോലെയല്ല, ഇതിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയ പുതിയ മോഡൽ വണ്ടിയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് കയറി ആദ്യം ഇരുന്നതിന് ശേഷം ഇതിൻ്റെ ലിവറുകളൊക്കെ കണ്ടോ? ഓട്ടോമാറ്റിക്കാണ്, പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതാണ് ഗിയർ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താക്കോൽ നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ബ്രേക്ക് നമ്മൾ അമർത്തണം. ആദ്യം ബ്രേക്ക് അമർത്തിയതിന് ശേഷം ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. നമ്മളിതാണ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ, വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പക്ഷേ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൗണ്ടൊന്നും കേൾക്കത്തില്ല കേട്ടോ. മറ്റുള്ള വണ്ടികളെ പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ടൊന്നും കേൾക്കത്തില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ അങ്ങനെ മോണിറ്റർ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെയാണ് വരുന്നത്. സാധാരണ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ലിവറൊക്കെ ആയിരിക്കും. ഇതിൽ സ്വിച്ചാണ്. ഇതങ്ങ് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ അടിയിൽ കൂടെ കൈ കയറ്റി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസാവും. അതിനുശേഷം ഈ ലിവറിൽ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ ബാക്കിലോട്ടാണ് ആക്കണം. അപ്പോൾ ഈ മോണിറ്ററിൽ ഇങ്ങനെ, അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിനിങ്ങനെ ഈ വിരൽ വെച്ച് ഇങ്ങനെ അമർത്തിയതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ടാക്കണം. ബാക്കിലോട്ടാക്കുമ്പോൾ ഇങ്ങനെ മോണിറ്ററിൽ ഡി എന്ന് കാണിക്കും. ഇതാണ് ഈ ഡി കണ്ടോ, ഈ ഡ്രൈവ്. അപ്പോൾ ഡ്രൈവ് എന്ന് കാണിച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക് റിമൂവ് ചെയ്താൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ബ്രേക്ക് റിമൂവ് ചെയ്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ ആക്സിലേറ്റർ ആൻഡ് ബ്രേക്ക്. ഇതിലിപ്പോൾ ഈ പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് ഇലക്ട്രിക്കൽ വാഹനമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യും പോലെയാണ്. ഇതിനകത്ത് കണ്ട ഇപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് 100% ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 78. ഇതാണ് ചാർജ് കാണിക്കുന്ന. ഇതാണ് നമ്മൾ സാധാരണ മൊബൈലുള്ളത് പോലെ. ജസ്റ്റ് അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ചെയ്യാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അമർത്തുമ്പോൾ ഓഫ് ആവും. എന്നിട്ട് ഹാൻഡ് ബ്രേക്കും കൂടെ പിടിച്ചിട്ടാൽ ഓക്കെയാണ്. ഓക്കെ.